എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ഡയറക്റ്റ് കൂൾ പിന്നെ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഘടകങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്ന്. ലക്ഷ്യങ്ങൾ: ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും: 1. റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളും ഘടകങ്ങളും തിരിച്ചറിയാൻ, റെഫ്രിജറേറ്ററിന്റെ മെക്കാനിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയാൻ. ഈ പ്രാക്ടിക്കൽ ചെയ്യുവാൻ ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും നമുക്ക് ശേഖരിക്കാം. സ്ക്രൂ ഡ്രൈവർ ഒരെണ്ണം, ലൈൻ ടെസ്റ്റർ ഒരെണ്ണം, കോമ്പിനേഷൻ ഇൻസുലേറ്റഡ് ഹാൻഡിൽ പ്ലെയർ ഒരെണ്ണം, സീരീസ് ടെസ്റ്റ് ലാമ്പ് ഒരെണ്ണം, മൾട്ടിമീറ്റർ ഒരെണ്ണം, കോട്ടൺ വേസ്റ്റ് അല്ലെങ്കിൽ തുണി ഒരെണ്ണം, ലൂസ് വയർ ആവശ്യമുള്ളത്ര, റെഫ്രിജറേറ്റർ ഡയറക്റ്റ് കൂൾ ആൻഡ് ഫ്രോസ്റ്റ് ഫ്രീ ഫിൽ ആക്സസറീസ് ഒരെണ്ണം, ടെർമിനൽ പിൻ ഒരെണ്ണം. നടപടിക്രമം: ടാസ്ക് 1. ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ തിരിച്ചറിയുക. സ്റ്റെപ്പ് 1. കണക്ഷൻ വിച്ഛേദിച്ച് ഇലക്ട്രിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയുക. സ്റ്റെപ്പ് 2. അത് വർക്ക് ബെഞ്ചിൽ വയ്ക്കുക. സ്റ്റെപ്പ് 3. എല്ലാ സ്പെയർ പാർട്ടുകളും വൃത്തിയാക്കുക. സ്റ്റെപ്പ് 4. നൽകിയിട്ടുള്ള ടാബുലേഷന്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളുടെ പേര് രേഖപ്പെടുത്തുക. 1. കപ്പാസിറ്ററുകൾ. റെഫ്രിജറേറ്റർ സിസ്റ്റങ്ങളിലെ കപ്പാസിറ്ററുകൾ പലപ്പോഴും കംപ്രസറുകളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കപ്പാസിറ്ററുകൾ മോട്ടോർ വൈൻഡിങ്ങുകളിൽ ഒരു ഫേസ് ഷിഫ്റ്റ് സൃഷ്ടിക്കുന്നു. അത് കറങ്ങുന്ന കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു. ഈ കറങ്ങുന്ന ഫീൽഡ് ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മോട്ടോർ പ്രതിരോധത്തെ മറികടക്കാനും ഭ്രമണം ആരംഭിക്കാനും സഹായിക്കുന്നു. 2. തെർമോസ്റ്റാറ്റ്. റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലോ ആവശ്യമുള്ള താപനില നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് തെർമോസ്റ്റാറ്റിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇത് കമ്പാർട്ട്മെന്റുകൾക്കുള്ളിലെ താപനില നിരീക്ഷിക്കുകയും അതിനനുസരിച്ച് കൂളിംഗ് സിസ്റ്റം സജീവമാക്കുകയോ നിർജീവമാക്കുകയോ ചെയ്യുന്നു. 3. ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റ് ടൈമർ. ഒരു റെഫ്രിജറേറ്ററിലെ ബാഷ്പീകരണ കോയിലുകൾ ഫ്രീസറിലോ റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റിലോ ഉള്ള വായുവിൽ നിന്ന് ചൂട് നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വമാണ്. സാധാരണ പ്രവർത്തന സമയത്ത് വായുവിലെ ഈർപ്പം ഈ കോയിലുകളിൽ ഘനീഭവിക്കുകയും ഫ്രോസ്റ്റ്, ഐസ് എന്നിവ ഉണ്ടാകുകയും ചെയ്യും. കാലക്രമേണ ഈ ഫ്രോസ്റ്റ് ശേഖരണം ശീതീകരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കും. ബാഷ്പീകരണ കോയിലുകളിൽ അമിതമായി ഫ്രോസ്റ്റ് അടിഞ്ഞുകൂടുന്നത് തടയുന്നതിലൂടെ ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റ് ടൈമർ തണുപ്പിക്കൽ പ്രക്രിയയുടെ കാര്യക്ഷമത നിലനിർത്താൻ സഹായിക്കുന്നു. 4. PTC റിലേ, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റിലേ. ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് PTC റിലേ ഒരു റെഫ്രിജറേറ്റർ സിസ്റ്റത്തിലെ നിർണായക ഘടകമാണ്. കംപ്രസറിന്റെ ആരംഭവും നിർത്തലും നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇത് റെഫ്രിജറന്റ് സർക്കുലേറ്റ് ചെയ്യുന്നതിലും റെഫ്രിജറേറ്ററിലോ ഫ്രീസർ കമ്പാർട്ട്മെന്റുകളിലോ താപനില നിലനിർത്തുന്നതിനും ഉത്തരവാദിയാണ്. കംപ്രസറിന്റെ ആരംഭക്രമം ആരംഭിക്കുന്നതിന് PTC റിലേ ഉത്തരവാദിയാണ്. 5. ഇവാപറേറ്റർ ഫാൻ മോട്ടോർ. ഒരു റെഫ്രിജറേറ്ററിലെ ബാഷ്പീകരണ ഫാൻ മോട്ടോർ ശരിയായ താപനില വിതരണം നിലനിർത്തുന്നതിലും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നു. ബാഷ്പീകരണ ഫാൻ മോട്ടോറിന്റെ പ്രാഥമിക പ്രവർത്തനം റെഫ്രിജറേറ്ററിനുള്ളിൽ വായു പ്രചരിപ്പിക്കുക എന്നതാണ്. ഇത് ബാഷ്പീകരണ കോയിലുകളിൽ ഉടനീളം വായു വലിച്ചെടുക്കുന്നു. അവിടെ ഉള്ളിൽ നിന്ന് താപം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് തണുത്ത വായു റെഫ്രിജറേറ്ററിലും ഫ്രീസർ കമ്പാർട്ട്മെന്റുകളിലും ഉടനീളം വിതരണം ചെയ്യുന്നു. ഓവർലോഡ് പ്രൊട്ടക്ടർ OLP. ഇലക്ട്രിക്കൽ ഓവർലോഡിൽ നിന്ന് കംപ്രസറിനെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത സുരക്ഷാ ഉപകരണമാണ് ഓവർലോഡ് പ്രൊട്ടക്ടർ. ഡീഫ്രോസ്റ്റ് ഹീറ്റർ. ഫ്രീസർ കമ്പാർട്ട്മെന്റിലെ ബാഷ്പീകരണ കോയിലുകൾക്ക് പിന്നിലോ താഴെയോ ആണ് ഈ ഹീറ്റർ സ്ഥിതി ചെയ്യുന്നത്. തണുപ്പിക്കൽ പ്രക്രിയയിൽ ബാഷ്പീകരണ കോയിലുകളിൽ അടിഞ്ഞുകൂടുന്ന മഞ്ഞും ഐസും ഉരുകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം. തെർമൽ ഡിവൈസ്. താപസ്വിച്ചുകൾ അല്ലെങ്കിൽ തെർമൽ പ്രൊട്ടക്ടറുകൾ പോലെയുള്ള താപ ഉപകരണങ്ങൾ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ ചില ഘടകങ്ങളുടെ താപനില നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. സ്വിച്ച് ഉള്ള ബൾബ്. ചില ശീതീകരണ സംവിധാനങ്ങളിൽ ഒരു സ്വിച്ചുള്ള ഒരു ബൾബ് ഒരു താപനില നിയന്ത്രണ സംവിധാനത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നു. ബൾബിൽ താപനില സെൻസിറ്റീവ് ദ്രാവകം അടങ്ങിയിരിക്കുന്നു. അത് താപനിലയിലെ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യുന്നു. ടാസ്ക് 2. മെക്കാനിക്കൽ ഭാഗങ്ങൾ തിരിച്ചറിയുക.
സ്റ്റെപ്പ് 1. ഇലക്ട്രിക്കൽ കണക്ഷൻ വിച്ഛേദിച്ച് ഈ മെക്കാനിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയുക. സ്റ്റെപ്പ് 2. ഈ ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കുക. സ്റ്റെപ്പ് 3. നൽകിയിട്ടുള്ള ഫാബുലേഷനിൽ മെക്കാനിക്കൽ ഭാഗങ്ങളുടെ പേര് രേഖപ്പെടുത്തുക. 1. കംപ്രസർ. റെഫ്രിജറന്റിന് ആവശ്യമായ പമ്പിംഗ് പ്രവർത്തനം നൽകുക എന്നതാണ് കംപ്രസറിന്റെ ഫംഗ്ഷൻ. ബാഷ്പീകരണത്തിൽ നിന്നുള്ള സക്ഷൻ ലൈനിലൂടെ ഇത് തണുത്ത റെഫ്രിജറന്റ് വലിച്ചെടുക്കുന്നു. ഇത് കംപ്രസ് ചെയ്ത് കണ്ടൻസറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. അവിടെ അത് ദ്രവീകരിക്കപ്പെടുന്നു. കംപ്രസ് ചെയ്ത വാതകം കണ്ടൻസറിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് താപനിലയിലും മർദ്ദത്തിലും വർധനവുണ്ടാകുന്നു. 2. കണ്ടൻസർ. റെഫ്രിജറന്റ് വഹിക്കുന്ന താപം നീക്കം ചെയ്യുകയും സൈക്കിൾ ആവർത്തിക്കാൻ സിസ്റ്റത്തെ പ്രാപ്തമാക്കുന്ന നിയന്ത്രണത്തിലേക്ക് റെഫ്രിജറന്റിനെ തിരികെ നൽകുകയും ചെയ്യുക എന്നതാണ് കണ്ടൻസറിന്റെ പ്രവർത്തനം. 3. സ്ട്രെയിനർ. റെഫ്രിജറന്റ് സർക്യൂട്ടിൽ അടങ്ങിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ, കണികകൾ അല്ലെങ്കിൽ മലിനീകരണം എന്നിവ ട്രാപ്പ് ചെയ്യാനും നീക്കം ചെയ്യാനുമാണ് സ്ട്രെയിനർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ നിർണായക ഘടകങ്ങൾ, പ്രത്യേകിച്ച് എക്സ്പാൻഷൻ വാൽവ്, മറ്റ് കൃത്യമായ ഘടകങ്ങൾ എന്നിവ സംരക്ഷിക്കുക എന്നതാണ് സ്ട്രെയിനറിന്റെ പ്രാഥമിക പ്രവർത്തനം. 4. കാപ്പിലറി ട്യൂബ്. റെഫ്രിജറേറ്ററിലെ കാപ്പിലറി ട്യൂബ് ഒരു ഇടുങ്ങിയ നീളമുള്ള ട്യൂബാണ്. അത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ മീറ്ററിംഗ് ഡിവൈസായി പ്രവർത്തിക്കുന്നു. കണ്ടൻസറിൽ നിന്ന് ബാഷ്പീകരണത്തിലേക്ക് ഉയർന്ന മർദ്ദവും ഉയർന്ന താപനിലയുമുള്ള ദ്രാവക റെഫ്രിജറന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. കാപ്പിലറി ട്യൂബ് റെഫ്രിജറന്റിന്റെ മർദ്ദം കുറയ്ക്കുന്നു. ഉയർന്ന മർദ്ദത്തിലുള്ള ദ്രാവകാവസ്ഥയിൽ നിന്ന് ബാഷ്പീകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കണ്ടൻസറിനെ താഴ്ന്ന മർദ്ദത്തിലുള്ള ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റുന്നു. 5. കൂളിംഗ് കോയിൽ. കൂളിംഗ് കോയിലിന്റെ പ്രാഥമിക ലക്ഷ്യം റെഫ്രിജറേറ്ററിലോ ഫ്രീസർ അറകളിലോ ഉള്ള വായുവിൽ നിന്ന് ചൂട് ആഗിരണം ചെയ്യുക എന്നതാണ്. താഴ്ന്ന മർദ്ദത്തിലും താഴ്ന്ന താപനിലയിലും കോയിലുകളിലൂടെ സഞ്ചരിക്കുന്ന റെഫ്രിജറന്റാണ് ഈ താപ ആഗിരണം സുഗമമാക്കുന്നത്. വാതകം ദ്രാവകത്തെ നീരാവി പൊസിഷനിലേക്ക് മാറ്റുകയും ഫ്രീസർ കോയിലിൽ തണുപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. റീക്യാപ്പ്. ഈ വീഡിയോ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തു: 1. റെഫ്രിജറേറ്ററിന്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങളും ഘടകങ്ങളും തിരിച്ചറിയുക. 2. റെഫ്രിജറേറ്ററിന്റെ മെക്കാനിക്കൽ ഘടകങ്ങൾ തിരിച്ചറിയുക.